വാട്ടർ കൂളിംഗ് സബ്മേഴ്സിബിൾ പമ്പിൻ്റെ ബുഷ് മാറ്റുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ മോട്ടറിൽ ബുഷ് തേയ്മാനം വന്ന് ഷേക്കുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മിക്സിയുടെ മോട്ടറിലൊക്കെ വരുന്ന അത്രയും ഷേക്ക് ഇതിലുണ്ടാവില്ല. ഇതിലൊരു ചെറിയ ഷേക്കേ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വൈൻഡിങ് പോകാനുള്ള സാധ്യതയുണ്ട്. മോട്ടർ വർക്ക് ചെയ്യും, പക്ഷേ വൈൻഡിങ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ബുഷ് മാറ്റി സെറ്റ് ചെയ്യുന്നതാണ് മോട്ടറിൻ്റെ ലൈഫിന് നല്ലത്. ഇതിൽ ഇത്രയും ഷേക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ബുഷ് പ്രശ്നമില്ല. ഇതിൽ ഫ്രണ്ട് സൈഡ് ബുഷ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ 2 ബുഷ് മാറ്റണം. അപ്പോൾ ബാക്ക് സൈഡ് ബുഷ് പോയിട്ടില്ലാത്തതുകൊണ്ട് ബാക്ക് സൈഡ് ബുഷ് മാറ്റേണ്ട ആവശ്യമില്ല. ഫ്രണ്ട് സൈഡ് ബുഷ് മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ ഇതിൽ ബുഷ് മാറ്റാനായിട്ട് ഈ റോട്ടറിൽ നിന്ന് ഇമ്പല്ലറിനെ ഇളക്കിയെടുക്കണം. ആദ്യം നട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈഡ്രോളിക്കിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കാം. ഇമ്പല്ലർ ഇളക്കിയെടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം ഇളക്കിയെടുക്കാൻ. കാരണം ഇമ്പല്ലർ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പൊട്ടിപ്പോവുകയാണെങ്കിൽ ചില മോഡൽ ഇമ്പല്ലറുകൾ വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ വാങ്ങാൻ കിട്ടാതിരിക്കുകയാണെങ്കിൽ പിന്നെ അതിന് കറക്റ്റായിട്ടുള്ള ഇമ്പല്ലർ റെഡിയാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇളക്കിയെടുക്കാൻ. ഇതിലൊരു കീ ഉണ്ട്. കീ മിസ്സായി പോകാതെ നോക്കണം. ഇത് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബുഷിനെ തട്ടി ഊരിയെടുക്കണം. ഊരിയെടുത്തിട്ടാണ് പുതിയ ബുഷ് ഇറക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ സീലും കൂടെ, ഈ ബുഷ് മാറ്റുന്നതോടൊപ്പം ഇവിടെ ഒരു സീലുണ്ട്, വാട്ടർ സീല്. ഓയിൽ സീലാണ്. ഇതിൽ വാട്ടർ സീലായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ മോട്ടറിനകത്ത് ഫില്ല് ചെയ്യുന്ന വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് ഉള്ള സീലാണിത്. ഇതിൽ ഈ കീ മിസ്സായി പോകാതിരിക്കാനായിട്ട് ഇതിനെ ഒന്ന് ടേപ്പ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇളക്കിയെടുക്കണം. അതുപോലെ ഈ ഇമ്പല്ലറും കുറച്ച് അടവുണ്ട്. ഇത് ഹോളുകളൊന്നും ഫുൾ ഓപ്പൺ അല്ല. അപ്പോൾ ഇമ്പല്ലർ അടവുള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ഫ്ലോ കുറവായിരിക്കും. അപ്പോൾ അതും കൂടെ ക്ലീൻ ചെയ്തെടുക്കണം. ഇവിടുത്തെ സ്റ്റോപ്പർ പ്ലേറ്റാണ്. അപ്പോൾ ഇതിൽ വരുന്നത് കാർബൺ മെറ്റീരിയലാണ്. ഇനി വേറെ ഫൈബർ മൈക്ക പോലത്തെ ഒരു മെറ്റീരിയൽ വേറെ വരുന്നുണ്ട്. അപ്പോൾ അതും ഈ കാർബൺ പോലുള്ള മെറ്റീരിയൽ വാങ്ങാൻ കിട്ടില്ല. മൈക്ക പോലുള്ള മെറ്റീരിയലിൻ്റെ പീസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ ബുഷ് മാറ്റുന്നതോടൊപ്പം ആ പ്ലേറ്റും കൂടെ മാറ്റണം. ബുഷ് അടിച്ച് ഊരിയെടുക്കുമ്പോൾ ഇതിൻ്റെ കാസ്റ്റൺ പീസൊന്നും പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. കാസ്റ്റൺ പീസ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കവറൊന്നും വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ വെൽഡ് ചെയ്ത് തന്നെ എടുക്കേണ്ടി വരും. വെൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിരിക്കില്ല. ബുഷ് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ ബുഷ് ഇതിൽ പ്രസ് ചെയ്ത് വയ്ക്കണം. ഇത് പുതിയ ബുഷാണ്. ഇതിൽ പ്രസ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അതിന് മുമ്പ് സീൽ ഇളക്കിയെടുക്കാം. പുതിയ ബുഷ് ഇതിൽ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ലേത്ത് വർക്കാണ്. അപ്പോൾ ഈ ബുഷിൻ്റെ കോളറിൻ്റെ കനം ഇത് കൂടുതലാണ്. അപ്പോൾ ഈ പഴയ ബുഷ് കനം കുറവാണ്. അപ്പോൾ പഴയ കോളറിൻ്റെ അതേ കനം തന്നെ ഇതിൽ വയ്ക്കണം. അപ്പോൾ ഈ ത്രസ്റ്റ് പ്ലേറ്റിന് ഇതിൽ വരുന്ന ഈ പ്ലേറ്റിന് തേയ്മാനം ഉണ്ടെങ്കിൽ മാത്രം അതിന് കണക്കായിട്ട് ഇതിൽ വേണമെങ്കിൽ ഒരു 1 mm ഒരു 0.5 0.2 ഒക്കെ വേണമെങ്കിൽ കൂടുതൽ വയ്ക്കാം. ഈ കോളറിൻ്റെ കനം അതേ ഉള്ളൂ. ഈ ഷാഫ്റ്റിനെ ഒന്ന് പോളിഷ് ചെയ്യണം. പോളിഷ് ചെയ്തതിന് ശേഷമാണ് ബുഷിൻ്റെ വർക്ക് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഷാഫ്റ്റിൻ്റെ ഇവിടുത്തെ ഈ ബുഷ് പിടിക്കുന്ന ഭാഗത്തെ സൈസിനാണ്, കറക്റ്റ് സൈസിനാണ് ബോർ ചെയ്യേണ്ടത്. അത് പ്ലേ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. പ്ലേ കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബുഷ് മാറ്റിയിട്ട് വലിയ കാര്യമില്ല. പഴയ ബുഷിൻ്റെ അതേ അവസ്ഥയായിപ്പോൾ.
കറക്റ്റ് സൈസായിട്ടുണ്ട്. പിന്നെ വലിയ പ്ലേ ഇല്ല, കറക്റ്റ് സൈസാണ് ഇപ്പോൾ. ഇനി ഇതിനുള്ളിൽ വാട്ടർ കട്ടിങ് ചെയ്യണം. ബുഷിന് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് ഇതിലുള്ള വെള്ളമാണ്, വേറെ ഓയിലോ ഗ്രീസോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇതിനുള്ളിലേക്ക് വെള്ളത്തിൻ്റെ അംശം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വാട്ടർ കട്ടിങ് എടുക്കണം. വാട്ടർ കട്ടിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ബുഷ് ചൂടായിട്ട് പെട്ടെന്ന് തന്നെ ഒന്നിലും മോട്ടർ സ്റ്റക്കാവും, അല്ലെങ്കിൽ ബുഷ് പെട്ടെന്ന് പോകും. ഇവിടെ വാട്ടർ കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഈ പുറത്ത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്ന അതേ വാട്ടർ കട്ടിങ്ങിൻ്റെ ലെവലിൽ തന്നെയാണ് ഉള്ളിലേക്ക് വരുന്ന വാട്ടർ കട്ടിങ് വരേണ്ടത്. അപ്പോൾ ഇതിൽ 3 എണ്ണം ചെയ്തിട്ടുണ്ട്. 1.5 വട്ടമാണ് ഓരോ വാട്ടർ കട്ടിങ് എടുത്തിട്ടുള്ളത്. പുതിയ സീലും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇമ്പല്ലർ സെറ്റ് ചെയ്യാം. അതിൽ ലൈറ്റായിട്ട് ഈ ഷാഫ്റ്റിൽ ഓയിലിടണം. ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ്, ഓയിലായിരിക്കും നല്ലത്. അപ്പോൾ ഇനി ഇത് മോട്ടറിലൊന്ന് സെറ്റ് ചെയ്ത് ഓടിച്ച് നോക്കാം. മോട്ടർ സെറ്റ് ചെയ്ത് മോട്ടറിനകത്ത് വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ഓടിച്ച് നോക്കാം. മോട്ടർ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.